ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ജയിൽ നോമിനേഷൻസ് ആയിരുന്നു. ഇതിനൊക്കെ ജയിൽ നോമിനേഷൻ എന്നാണോ പറയുന്നത്? സത്യമായിട്ടും എനിക്ക് ഇവരോട് എല്ലാവരോടും തന്നെ ഇതെന്ത് മണ്ടന്മാരെയാണ് അതിൻ്റെ അത് കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത്. ആദ്യം തന്നെ അതാണ് ചോദിക്കാനുള്ളത്. ഏജാതി മണ്ടന്മാരെയാണ് അതിൻ്റെ അത് കൊണ്ടുപോയി വിട്ടിരിക്കുന്നത്. സത്യമായിട്ടും ഒരു കാര്യമില്ലാതെ അവിടെ വെറുതെ തെക്കോട്ടും വടക്കോട്ടും നോക്കി നടക്കുന്ന പലരും ഉണ്ട്. അവരെ ആരെയും ജയിലിലേക്ക് വിടാതെ അത്യാവശ്യം നല്ല രീതിയിൽ ടാസ്ക് ഒക്കെ ചെയ്ത് പിന്നെ പല രീതിയിലുള്ള കോണ്ടന്റുകൾ പുറത്തേക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ നിൽക്കുന്ന രണ്ടുപേരെ ജയിലിലേക്ക് വിട്ടിരിക്കുകയാണ്. പറയാം ആരൊക്കെയാണ് ജയിലിലേക്ക് പോയതെന്ന് പറയാം. അക്ബർ മുന്നോട്ട് വന്നതിന് ആദ്യമേ അനുമോളെ നോമിനേറ്റ് ചെയ്തു ജയിലിലേക്ക്. ഒരു ഗ്രാമത്തിലെ പൊതുശല്യമായി മാറിയിരിക്കുകയാണ് അനുമോൾ എന്നാണ് അക്ബർ പറയുന്നത്. വീട്ടുകാരെ പ്രാകുന്നു, ഡിവോഴ്സ് ആവുമെന്ന് പറയുന്നു, കിച്ചണിൽ അലമുണ്ടാക്കുന്നു. ഇതൊക്കെ കാരണം അനുമോൾ. അക്ബറിന്റെ രണ്ടാമത്തെ നോമിനേഷൻ അനീഷ് ആയിരുന്നു. ടാസ്കിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചില്ല എന്നാണ് പ്രധാനമായിട്ടും അക്ബർ പറഞ്ഞത്. ഒനിയില് നോമിനേറ്റ് ചെയ്തതും ഈ സെയിം പേരുകൾ തന്നെയാണ്. അനുമോളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു, അതുകൊണ്ട് അനുമോള്. പിന്നെ അനീഷിനെ നോമിനേറ്റ് ചെയ്തു, കാരണം സ്വേച്ഛാധിപതി ടാസ്കിൽ മോശം പ്രകടനം കാഴ്ചവെച്ചു, അതുകൊണ്ട് അനീഷ് അനുമോള്. റെന ഫാത്തിമയും അനീഷിനെ നോമിനേറ്റ് ചെയ്തു, സെയിം റീസൺ ആണ് പറഞ്ഞത്. പിന്നെ അനുമോളുടെ പേരും റെന പറഞ്ഞു. റേഷൻ സാധനങ്ങളൊക്കെ എല്ലാവർക്കും കൂടി കിട്ടുന്നതാണ്. പിന്നെ എന്താണ്, ഞാനും അനുമോളും തമ്മിലാണ് മത്സരം, ഫാമിലീസിനെ വലിച്ചഴിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ റെന പറയുന്നുണ്ട്. നെവിൻ നോമിനേറ്റ് ചെയ്തതും ഈ രണ്ടുപേരെ തന്നെ. അനുമോള് മോഡേൺ കുലസ്ത്രീ ചമഞ്ഞ് നടന്നിട്ട് ഇപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മറ്റേ ഇത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് നെവിൻ പറയുന്നുണ്ട്. പിന്നെ അനീഷിനെ പറയുന്നുണ്ട്. അനീഷിനെ നെവിൻ എന്തിനാണ് നോമിനേറ്റ് ചെയ്തത് സത്യമായിട്ടും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കണ്ടതല്ലാത്തൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്നാണ് നെവിൻ പറയുന്നത്. പിന്നെ മന്ത്രിയായിട്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നും നെവിൻ പറയുന്നുണ്ട്. രണ്ട് കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ അത്? നെവിൻ ഒരു കിളി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്നാലും ഞാൻ നോമിനേറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ബിന്നി അപ്പാനിശരത്ത് നോമിനേറ്റ് ചെയ്തതും ഈ രണ്ടുപേരെ തന്നെയാണ്. അപ്പാനിശരത്തൊക്കെ അനീഷ് വീക്കായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ബിന്നി നോമിനേറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ അപ്പാനിശരത്ത് കൈ അടിക്കുന്നുണ്ട്. ആവേശപുളകിതനായിട്ട് കൈ അടിക്കുന്നുണ്ട്. അനീഷ് ജയിലിൽ എന്ന് പറഞ്ഞിട്ട് കൈ അടിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ആണല്ലോ ഈ ഗ്രൂപ്പിന്റെ മെയിൻ എതിരാളികൾ. ആര്? അനുമോളും അനീഷും. അനുമോളും അനീഷും ആണ് ഇവരുടെ മെയിൻ എതിരാളികൾ ഈ ഗ്രൂപ്പിന്റെ. ഇത് കഴിഞ്ഞ് രേണുസുതി വന്നത് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അനുമോളെ പാടി പ്രൊവോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അക്ബറിനെ നോമിനേറ്റ് ചെയ്തത്. അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം അനീഷിന്റെ മൂഡിനനുസരിച്ച് വേണം അത്ര മറ്റുള്ളവർ സംസാരിക്കാനായിട്ട്. അങ്ങനെയൊക്കെ രേണു പറയുന്നുണ്ട്. നൂറ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് അക്ബർ, അനീഷ് എന്നിവരെയാണ്. ആദില നോമിനേറ്റ് ചെയ്തത് ജിസേൽ, അനീഷ് എന്നിവരെയാണ്. ഇഡിയറ്റ്സ് എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കെതിരെയും ഷോ ഇറക്കിയതിനെയും പിന്നെ രേണു ചേച്ചി ഷുഗർ കഴിച്ചില്ലെങ്കിൽ ചത്തുപോകില്ലല്ലോ എന്നൊക്കെ പറഞ്ഞതൊക്കെ വെച്ചിട്ട് ആദില ജിസേലിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പിന്നീട് ഒരു ഫൈറ്റ് ആവുന്നുണ്ട്. പിന്നെന്താണ്, ജിസേലിന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആദില. അനുമോള് നോമിനേറ്റ് ചെയ്തത് ശൈത്യ, ആദില എന്നിവരെയാണ്. ജയിലിലേക്ക് പോകുന്ന ഏകദേശം ഉറപ്പായതുകൊണ്ട് നോമിനേഷൻ വേസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഞാൻ കണ്ടത്. വെറൈറ്റി ആയിരുന്നു അനുമോളുടെ നോമിനേഷൻ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എല്ലാവരും കൂടി നിന്നിട്ട് അനുമോളുടെ പേരാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, അനുമോളുടെയും അനീഷിന്റെയും. അപ്പൊ എങ്ങനെ പോയാലും ജയിലിലേക്ക് പോകുന്ന അറിയാം. അപ്പൊ അവിടെ എന്താണ്, പരമാവധി കൊട്ടുകൊടുക്കുക, അത് മാത്രമാണ് അനുമോൾ അവിടെ ചെയ്തത്. അതുകൊണ്ട് അതിനായിട്ട് ഫ്രണ്ട്സിനെ ഉപയോഗിച്ചു. അവരെ പറ്റി പറയാതെ ഫ്രണ്ട്സിനെ ഉപയോഗിച്ച് പറഞ്ഞു. ശൈത്യ, ആദില എന്നിവരെ നോമിനേറ്റ് ചെയ്തു. ശൈത്യ നോമിനേറ്റ് ചെയ്തത് അപ്പാനിശരത്ത്, ജിസേൽ. ശൈത്യയും ആദിലയെ പോലെ തന്നെ ജിസേലിനെയാണ് ഫോക്കസ് ചെയ്ത് നോമിനേറ്റ് ചെയ്തത്. ഇവര് തമ്മിലും ഫൈറ്റ് ആവുന്നുണ്ട്. ജിസേലിന് നല്ലപോലെ പൊളിഞ്ഞു വരുന്നതാണ് ഞാൻ കണ്ടത്. ആ ഒരു ഇഡിയറ്റ്സിന്റെ സംഭവം പറഞ്ഞതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പോലും ജിസേൽ സമ്മതിക്കുന്നില്ല. അതിനു മുമ്പ് ജിസേൽ ഫുൾ കലിപ്പാവുകയായിരുന്നു. ആര്യൻ നോമിനേറ്റ് ചെയ്തത് അനുമോളെയാണ്. നീണ്ട ഒരു പ്രസംഗം തന്നെ ആര്യൻ അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, സ്റ്റാൻഡപ്പ് കോമഡി പോലെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അഭിനയമാണ്. മേക്കപ്പ് ഏരിയയിൽ ഗ്യാങ്ങിനെ ഉണ്ടാക്കിയെന്നും പിന്നെ കാപ്പിപ്പൊടി കള്ളിന്ന് വിളിച്ചെന്നും പിന്നെ ന്യായം എന്നൊക്കെ പറഞ്ഞ് എന്തോ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അനുമോളെ ആര്യൻ നോമിനേറ്റ് ചെയ്തു. പിന്നെ അനീഷിനെയും ആര്യൻ നോമിനേറ്റ് ചെയ്തു. ആ ഒരു സ്വേച്ഛാധിപതി നൈറ്റ് ടാസ്കിന് അനീഷിന്റെ പെർഫോമൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അന്നപ്പം മുതൽ പറയുന്നതാണ്. ഈ കഴിഞ്ഞ ആഴ്ചയാണ് അനീഷിനെ ഗെയിം പൊളഞ്ഞതെന്നാണ് ആര്യൻ പറയുന്നത് കേട്ടോ. അനീഷ് ആര്യനെയാണ് നോമിനേറ്റ് ചെയ്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്തു. എന്റെ ബെഡിൽ കയറി ചവിട്ട് നാടകം കളിക്കാനുള്ള ഒരു റൈറ്റും ആര്യൻ ഇല്ല എന്നാണ് അനീഷ് പറയുന്നത്. എന്റെ ഉറക്കം കളയുന്നത്, പിന്നെ ഗ്രൂപ്പ് മീറ്റിംഗ് വിളിക്കുമ്പോൾ എന്റെ മേത്ത് ടിഷ്യൂ പേപ്പർ ബോൾ എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അനീഷ്. പിന്നെ എന്റെ ബാറ്ററി എറിഞ്ഞു എന്നും അങ്ങനെ കുറെ കാര്യങ്ങള് അനീഷ് നിന്ന് പറയുന്നുണ്ട് ആര്യനെതിരെ. പിന്നെ ആര്യൻ അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ പുള്ളി എന്നെ നോക്കി നിൽക്കണം. ഒരു സ്പേസ് കിട്ടിയപ്പോൾ നല്ലത് കൊടുത്തു തിരിച്ച്. അനീഷിന്റെ രണ്ടാമത്തെ നോമിനേഷൻ ശരത്തായിരുന്നു കേട്ടോ. അനീഷ് പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ പറ്റിയും പിന്നെ ഡാൻസ് ചെയ്തതിനെ പറ്റിയും നല്ല രീതിയിൽ തന്നെ ടാസ്കിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ പറ്റിയും ഒക്കെ അനീഷ് പറയുന്നുണ്ട്. ശരത്ത് ഇതൊന്നും തന്നെ ചെയ്യുന്നത് കണ്ടില്ല എന്നും പിന്നെ ക്യാപ്റ്റൻ എനിക്ക് ആ ഒരു രാത്രി ബാറ്ററി മാറ്റി തന്നില്ല എന്നും സ്വന്തം സുഹൃത്തുക്കൾക്ക് മാത്രമാണ് കൊടുത്തു എന്നും എന്നെ വഞ്ചിച്ചതെന്നും ഒക്കെ അനീഷ് അങ്ങനെ പറയുന്നുണ്ട്. ഇതിപ്പോ ഈ
ഇതിപ്പോ ഈ ഗെയിം മൊത്തം ഉണ്ടല്ലോ രണ്ടുപേരിലേക്ക് ഫോക്കസ് ആവുന്ന ഒരു കാഴ്ചയാണ്. ഒറ്റപ്പെടണ്ടാന്ന് വിചാരിച്ച് ഇത്തിരി ഒന്ന് ഒതുങ്ങി ഗെയിമൊക്കെ മാറ്റിയ മനുഷ്യനെ വരെ പോയി ഗ്യാങ് ആയിട്ട് നിന്ന് ടാർഗറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തി ജയിലിലേക്ക് വിടുവാണ്. റിവേഴ്സ് സൈക്കോളജി, പേഴ്സണൽ വാഴയ്ക്ക, പേഴ്സണൽ വെണ്ടയ്ക്ക എന്തൊക്കെയായിരുന്നു. എന്നിട്ട് അവസാനം മറ്റേ പവനായി ഷവായി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് ഇവരുടെ എല്ലാവരുടെയും തന്നെ. ഈ 10 പേര് അല്ലെങ്കിൽ 11 പേരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇവർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് 24 മണിക്കൂർ നടക്കുന്നത്. റിവേഴ്സ് സൈക്കോളജി എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ വല്ല മീനിങ് ഈ മണ്ടന്മാർക്ക് വല്ല അറിയുമോ? അത് ആലോചിക്കാനുള്ള മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി പോലും ഇവർക്ക് ആർക്കും ഇല്ല. ഈ ആര്യനൊക്കെ എന്ത് വലിയ മണ്ടനാണ്, ഭൂലോക മണ്ടൻ. ഇത്രയും വലിയൊരു മണ്ടനെ ഞാൻ കണ്ടില്ല. ഇയാള് രൺബീർ കപൂർ ഒന്നുമില്ല, വേറെ വല്ല കപൂറാണ്. കുന്നുംകുളം കപൂർ ആണെന്നേ കുന്നുംകുളം കപൂർ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ അവിടെ ഇരിക്കുന്ന ഒറ്റ ഒരെണ്ണത്തിന് വിവരമില്ലെന്ന് ഈ അനുമോൾക്കും അനീഷിനും മാത്രമേ എന്തേലുമൊക്കെ അറിയത്തുള്ളൂ. ഈ ഗെയിമിനെ പറ്റിയും ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം ഇവർക്ക് രണ്ടുപേർക്കേ അറിയത്തുള്ളൂ. ടാസ്കും ചെയ്യാതെ ഗെയിമും കളിക്കാതെ എത്ര പേരാണ് അവർ ഈച്ചനെയുമായിട്ട് തെക്കോട്ട് വടക്കോട്ട് നടന്നത്. അവരെ ആരെയും പറ്റി പറയാതെ അനുമോൾ അനീഷ്, അനുമോൾ അനീഷ്, അനുമോൾ അനീഷ്. ബിഗ് ബോസ് കാണുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഷാനവാസിനെങ്കിലും ഇതൊക്കെ ആലോചിക്കാനുള്ള ഒരു കാര്യവിവരം ഉണ്ടാവുമെന്ന് ഞാൻ ഓർത്തു കേട്ടോ. പക്ഷെ പുള്ളി ഇത് തന്നെ അനുമോൾ അനീഷ്, അനുമോൾ അനീഷ്. അനീഷ് മലയാളി പ്രേക്ഷകരെ പൊട്ടന്മാരാക്കി. എന്ത് പൊട്ടന്മാരാക്കിയെന്ന്. മലയാളി പ്രേക്ഷകർ നിങ്ങളെയാണ് ഇനി പൊട്ടന്മാരാക്കാൻ പോകുന്നത്. അത് നോക്കിയിരുന്നോ നിങ്ങൾ? 10 പേര് കയറി നിന്ന് അനുമോൾ അനീഷ്, അനുമോൾ അനീഷ് എന്ന് പറയുമ്പോൾ അവരെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യൂ. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം വേണം ആദ്യം. ഹൗസിനകത്ത് സപ്പോർട്ട് ഉണ്ടാക്കുന്നവർക്ക് പുറത്ത് സപ്പോർട്ട് ഇല്ലെന്നേ. അതാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ഏറ്റവും വലിയ റിയാലിറ്റി. ഹൗസിനകത്ത് വലിയ സപ്പോർട്ട് ഉണ്ടാക്കുന്ന, കയ്യടി വാങ്ങുന്ന ഒറ്റ ഒരെണ്ണത്തിന് പോലും പുറത്ത് സപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ അപ്പാനിക്കുണ്ടോ സപ്പോർട്ട്, അക്ബറിനുണ്ടോ സപ്പോർട്ട്? കാരണം അതാണ് ഈ ഗെയിമിന്റെ പ്രത്യേകത. അവിടെ ഗെയിം കളിക്കണം, പ്രേക്ഷകർക്ക് തോന്നണം ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അവിടെ ഗെയിം കളിക്കുന്നുണ്ട് എന്ന് തോന്നണം. ഈ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവർ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഒറ്റപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് തോന്നും. ഈ ജയിൽ നോമിനേഷൻ എല്ലാവരും ആന മണ്ടത്തരമാണ് കാണിച്ചതെന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഈ 10 പേരല്ലെ 11 പേർക്ക് അനുമോൾ അനീഷ് എന്ന് പറഞ്ഞ ഈ 10 പേരല്ലെ 11 പേർ മണ്ടന്മാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ.